ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പോലെ വാണ്ടിയിരിക്കാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്ത്രീ ദൈവമേ നീ ദൈവമേ നീ ദൈവമേ നിനക്ക് സ്തുതി ഞങ്ങളുടെ പിതാവേ ഞോറിയമേ നിനക്ക് സമാധാനം നിനക്ക് സമാധാനവും ഈ ഭവനത്തിലോ സ്ഥിതിയിലുള്ള സൈന്യത്തെയും നൽകിയിരിക്കുകയാണെന്ന് നീതിയുടെ പരിപാലനത്തിനുമായിരിക്കണമേ. എന്നിൽ നിന്നുള്ള സകലങ്ങളാലും അനുഗ്രഹങ്ങളാൽ നീ ഐശ്വര്യപ്പെടുത്തി വസിക്കുന്നവർക്ക് സുഖപ്രസാദങ്ങൾ വേണമേ. ആയുഷ്കാലം മുഴുവൻ വിദേശകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും ആശ്വാസവും നൽകണമേ. എന്നെ ചൊല്ലി പോകരുതേ. ൂഷികളാളിക്കുമ്പോൾ പാതകൾ എന്നെ കാട്ടിടുക. എന്നെ പരിശീലിപ്പിക്കാമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് കരുണയും ദയയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യമിടപെടാതെ കരേറ്റുവാനും അടിയങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകണമേ. നിങ്ങൾ പ്രവേശിക്കുന്ന എല്ലാ ഭവനങ്ങൾക്കും സമാധാനം ആശംസിപ്പിക്കുന്ന തിരുവായും വഴിഞ്ഞവനായ കർത്താവേ, നിനക്ക് സ്തുതി. നിന്റെ സമാധാനം വഹിക്കും ഈ ഭവനത്തിൽ ഉണ്ടാകുമാറാകണമേ. എല്ലാവിധ നാശങ്ങളും നിന്റെ വാതിൽക്കുറികളെ മുദ്രയിലാണമേ. സകലവിധ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഇതിൽ പാർക്കുന്നവരെ കാത്തുവിടണമേ. ഇവിടെ വസിക്കുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്നും ദുഃഖങ്ങളും സംരക്ഷിക്കണമേ. സകലവിധ തെറ്റുകളിൽ നിന്നും മ്ലേച്ഛകളിൽ ഈ ഭവനത്തെ രക്ഷിക്കണമേ. ഈ ഭവനത്തിന്റെ സമീപസ്ഥരെ കാത്തുവിടണമേ. ദൂരസ്ഥരെ തിരികെ വരുത്തണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. വാങ്ങിപ്പോർക്ക് പാപപരിഹാരം നൽകണമേ. ഇവിടെ വസിക്കുന്നവരെ നിന്റെ സത്യവും നിന്നുള്ള ഭക്തിയും നിന്റെ കരുണയും സ്നേഹവും ദൈവം നിറയ്ക്കണമേ. ഈ ഭവനം ശുദ്ധീകരിക്കപ്പെടുന്ന ഈ സമയത്തും സകല നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നൽകി യോഗ്യവുമാകുന്നു. ദഹിപ്പിക്കുന്ന
എന്ന അഗ്നിയായ ദൈവം പരിശുദ്ധ തൃത്വത്തിന്റെ ദൃഷ്ടാന്തത്തിൽ തന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ അടുത്ത് ചെന്നു. അവിടുന്ന് തന്റെ ബഹുമാന്യതയുടെ ഔന്നത്യത്തിൽ നിന്ന് ഇറങ്ങി വന്ന വൃക്ഷത്തിൽ ശ്രമിച്ചു. പർദീസായിലെ വൃക്ഷങ്ങളെ നട്ടവൻ ഒരു ദരിദ്രനെ പോലെ ഈ ഭൂമിയിൽ കൂടെ സഞ്ചരിച്ചു. സ്വർഗത്തിന്റെ സിംഹാസനവും ഭൂമിപാതപീഠവുമായിരിക്കുന്നവൻ ഒരു നിസ്സാരനെ പോലെ അബ്രഹാമിന്റെ അടുത്ത് ചെന്നു. മാലാഹമാർക്ക് പോലും നേരെ നോക്കുവാൻ കഴിവില്ലാത്തവനെ ദൈവത്തെ അബ്രഹാം കണ്ട് ഓടി ചെന്ന് ഭാഗം വന്നിക്കുകയും, കർത്താവേ, അവിടുത്തെ ദയാദൃഷ്ടി എന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ദാസനെ വിട്ടുപോകരുത്. അല്പം വെള്ളമെടുത്ത് ഞാൻ അവിടുത്തെ കാലുകളെ കഴുകിക്കൊള്ളട്ടെ. വൃക്ഷത്തിന്റെ കീഴിൽ വിശ്രമിച്ച് അപ്പകഷ്ണങ്ങളെടുത്ത് ഭക്ഷിച്ച് വൃത്തിയായ ശേഷം പോകാം. അവിടുന്ന് ഇങ്ങനെ ദാസന്റെ അടുത്തുകൂടി കടന്നു പോകുവാനിടയായല്ലോ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അവിടുത്തെ മകനീകരിക്കുന്നത് പ്രീതികരമായി തോന്നുകയും ക്ഷീണിതനെ പോലെ അവിടെ വിശ്രമിക്കുകയും സ്വദാസനെ അബ്രഹാം വിളമ്പിക്കൊടുത്തവൻ വിസ്മയകരമാമിതം ഭക്ഷിക്കുകയും മോനെയും ഭാര്യയായ സാറായും അവരുടെ സമ്പാദ്യങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവേ, തിരുമുൻപാകെ ഞങ്ങൾ അർപ്പിച്ച ഈ പരിമളതവും മൂലം ഈ ദാസരുടെ ഭവനത്തെയും സമ്പത്തുകളെയും അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ ഭവനത്തിലും ഇവിടെ വസിക്കുന്നവർക്കും വേണ്ടി കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ നിന്റെ ഭക്തരുടെ യാതൊരുത്തിലെത്തുകയും ഈ ഭവനം ഐശ്വര്യമുള്ളതായി തീരുകയും ഇവിടെ വസിക്കുന്നവർ കുറ്റമില്ലാത്തവരായി തീർന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ പൊന്മാലുകളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകളെ തൃപ്തരാകുകയും ഞങ്ങളെല്ലാവരും നിന്നിൽ നിന്നും കരുണ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളിൽ കരുണ ചെയ്യുന്നവനും അനതാപികളിൽ പ്രീതിപ്പെടുത്തുന്നവനുമായ കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളിൽ കനിവ് തോന്നി ഞങ്ങൾ അനുഗ്രഹിക്കുകയും തിരുവള്ളം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനകളും തോപ്പ് അംഗീകരിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ വിശദീകരിക്കുകയും ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോർക്കും പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർക്കും സ്തോത്രവും കരേറ്റുന്നു. സർക്കായി ഭവനത്തെ വാഴ്ത്തി സ്വാരാധകരേറിയ വീട്ടിൽ ത്രിത്വം വാണിടണമേ. നൽ തലമുറയായിതു വാഴ്ത്തപ്പെടണം. ശിഷ്യരോടായി ചൊല്ലി കേട്ട് ഞാൻ കൈകൊള്ളോ നിങ്ങളുടെ വീട്. ആ വീടെന്നെ കൈകൊള്ളൂ. അബ്രഹാമിൻ ഭവനം പോൽ ഞങ്ങളടഞ്ഞൊരു ഭവനത്തെ രക്ഷകനെ വാഴ്ത്തുന്നത് കയ്യാൽ പാർക്കുമോ. ശൂന്യാരണ്യത്തിൽ നേടി സംതൃപ്തി ജനമഞ്ചപ്പത്താൽ ശ്രേഷ്ഠാചാര്യന്മാരാകുന്നു. ഈ ഗേഹത്തെയും അതിനുള്ളിൽ പാർപ്പോരെയും രക്ഷകനെ തൃക്കൈയാൽ വാഴ്ത്തണമേ. നൽ തലമുറയാൽ ഇത് വാഴ്ത്തപ്പെടണം. ആശീർവാദത്താൽ വിധവാഗേഹത്തിൽ പൊടിയും കൊമ്പിൽ തൈലവും മറ്റില്ല. ആവരമാർന്നിടട്ടെ ഭക്തരടഞ്ഞൊരു ഭവനം നൽ തലമുറയാലും നിങ്ങളെ സ്വീകരിക്കുന്ന ഇത് ഭവനോ എന്നെയാവുന്നു സ്വീകരിക്കുന്നതെന്നും എന്റെ പരിശുദ്ധ ശിഷ്യന്മാരോട് അവിടെയാതും വരാനെ അവിടുത്തെ ആരാധനയുടെ ഈ ഭവനത്തെ അനുഗ്രഹിക്കുകയും നിന്റെ പരിശുദ്ധ നാമം മൂലം നിന്റെ ദാസരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. സന്തോഷവും ആനന്ദവും നിറഞ്ഞ പ്രസന്നങ്ങളോട് രണ്ട് ലോകങ്ങളിലും നല്ല പ്രതിഫലം ഭാവിക്കുവാൻ അവർക്ക് കർമ്മ നൽകുകയും ചെയ്യണമേ. വിശ്വാസമതും നൽകിയ സാന്ത്വന
അവരുടെ പാവന വിരിശിബിരങ്ങളിലേക്കു നയിച്ചിടണമെന്നേ. ഹല്ലേലൂയ. വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെയ്തെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവവചന അറിയിപ്പിനെ കേൾക്കണം. ബാറക്കുമോർ ശ്ലോമോ ലക്കുൽ അവിടുത്തെ ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച പ്രസംഗത്തിനായ പരിശുദ്ധ ലോകോ സേവങ്കേലിയോസ്തായിൽ നിന്നും യെരിഹോവിൽ കൂടി സുന്ദരൻ കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരുടെ പ്രമാണിയുമായ സക്കായി എന്ന പേരുള്ള ഒരുവൻ യേശു ആരാണെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. പുരുഷാരത്വം അത് കഴിഞ്ഞില്ല. എന്തെന്നാൽ സക്കായി കുറഞ്ഞവനായിരുന്നു. അവൻ യേശുവിനെ കാണുവാനായിട്ട് മുൻപേ ഓടി ഒരു കാട്ടത്തിൽ കയറിയിരുന്നു. അതിലായിരുന്നു യേശുവിനെ പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശുദമ്പുരാൻ അവനെ കണ്ടിട്ട് അവനോട് സക്കായി, നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ വേഗം ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. എല്ലാവരും അത് കണ്ട് നീരസപ്പെട്ട്, ഇവൻ ഭാവിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് താമസിച്ചുവല്ലോ എന്ന് പറഞ്ഞു. സക്കായി നിന്നുകൊണ്ട് യേശുവിനോട്, ഏതൊരുവനിൽ നിന്നെങ്കിലും ഞാൻ അപഹരിച്ചിട്ടുള്ളത് 1/4 വീതം തിരികെ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ പുത്രനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് ജീവനുണ്ടായി. എന്തെന്നാൽ കാണാതെ പോയിട്ടുള്ളതിനെ അന്വേഷിച്ച് രക്ഷിക്കുവാനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ബാറക്കുമോ ഉശൈലോ ലക്കുൽ അത് വളരെ നന്ദി. നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് നമ്മുടെ ഇടവകയിലെ സാധാരണക്കാരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായ മനുഷ്യരെ പുതുപ്പള്ളിപ്പള്ളി നന്നായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊരു വലിയ സത്യമാണ്. വർഷങ്ങളായി ആ ഒരു സേവന പ്രവർത്തനം, സുവിശേഷ പ്രവർത്തനം നമ്മുടെ ഇടവക നിർവഹിക്കുന്നു. എന്നാൽ പലപ്പോഴും അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് നമ്മുടെ അനുഭവം. കഴിഞ്ഞ ഒരു പ്രവർത്തന വർഷം ഏകദേശം 1,18,00,000 രൂപ നമുക്ക് നമ്മുടേതായ ഭവന നിർമ്മാണം, ഭവനത്തിന്റെ അറ്റകുറ്റപ്പണികൾ, അതുപോലെ തന്നെ ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം, ഇതിനെല്ലാം നമുക്ക് നൽകുവാൻ സാധിച്ചു. സത്യത്തിൽ ഈ ഭവനത്തിൽ വരുമ്പോൾ ആദ്യം ഓർക്കുന്ന ഇവിടുത്തെ വിരമിച്ചയാണ്. ആവർത്തിച്ച് ഇവിടുത്തെ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുമായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കമ്മിറ്റി തീരുമാനമെടുക്കുകയും 3 വീടുകൾ പൂർണ്ണമായും, അതുപോലെ തന്നെ 6 പേർക്ക് താമസിക്കാനുള്ള ഒരു ജോർജിയൻ ഫ്ലാറ്റ് സമുച്ചയവും, അങ്ങനെ 9 വീടുകൾ ഈ വർഷം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നത് ദൈവത്തിന്റെ കരുണയും പരിശുദ്ധനായ ഗീവർഗീസ് സമുദായത്തിന്റെയും മറ്റ് മധ്യസ്ഥരുടെയും ശ്രേഷ്ഠമായ പ്രാർത്ഥനയും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വെല്ലുവിളിക്ക് ഈ ഇടവക നൽകിയിരിക്കുന്ന വലിയ ഉപകാരമായി ഞാനതിനെ കാണുന്നു. ബഹുമാനപ്പെട്ട ക്രിസ്ത്യന്മാർ 2 പേരും ഇതിനുവേണ്ടി അധ്വാനിച്ചോ. നന്നായി കാര്യങ്ങൾ ക്രമീകരിക്കാൻ ബഹുമാനപ്പെട്ട മാർപ്പിച്ചായാലും അതുപോലെ തന്നെ ഫിലിപ്പോസും കുഞ്ഞുമോനും ഒക്കെ നന്നായി ശ്രമിച്ചു. എല്ലാ കമ്മിറ്റി അംഗങ്ങളും അവർ ഒത്തൊരുമയോടെ നിന്നു എന്നതാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി കൊണ്ടുപോകാൻ സാധിച്ചതിന്റെ അടിസ്ഥാനം. ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തെ കമ്മിറ്റി മീറ്റിങ്ങുകൾ എൻ്റെ മനസ്സിലുണ്ട്. ഒരു വാക്ക് പോലും, ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് ഒരു വാക്ക് പോലും എതിരില്ല. എത്രയോ ഭംഗിയായിട്ട് അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ ജോർജിയൻ വില്ലായി ഈ വീടും ഇന്നിവിടെ ഇപ്പം സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഈ സജിയെ പ്രത്യേകം ഞങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഒരു വാക്ക് പറയണം, ഞാൻ വാക്ക് പറയാൻ മറ്റാര് പറയും എന്നതാണ്.
സമയബന്ധിതമായും വൃത്തിയായി ഈ ഭവനം തീർത്തു. കാര്യം ആദ്യം മനസ്സിലുണ്ടായിരുന്നത് ഇതിന്റെ തറയൊന്ന് മുക്കുക എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നത്. എന്നാൽ സജിയാണ് ഇത് വന്ന് കണ്ടിട്ട് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, പ്രയോജനപ്പെടുന്നുവെങ്കിൽ നമുക്കിത് ഡിമോളിഷ് ചെയ്തിട്ട് നല്ലത്. ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ കോൺട്രാക്ടർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കന്നഡ സെന്റ് തോമസ് പള്ളി ഇടുക അന്നും പള്ളിയിലെ ട്രസ്റ്റിയുമാണ്. അതുകൊണ്ട് അദ്ദേഹം ജോർജിയൻ വില്ലായും ഇവിടുത്തെ കാര്യങ്ങളും ചെയ്തത് ജസ്റ്റ് എന്ത് മുടക്കിയോ ആ മുടക്കം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. 6 വീടുകൾ ഭംഗിയായി ക്രമീകരിച്ചതിന് 69 ലക്ഷം രൂപയെ ആയിട്ടുള്ളൂ. സത്യത്തിൽ ഇത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്, ദൈവത്തിന്റെ കരുണയാണ്. ഞാൻ ഒരു വാക്ക് ചേർത്ത് പറയുന്നു, നമ്മുടെ പാറോട്ട ആശുപത്രിയിലെ സ്റ്റാഫ് അംഗങ്ങളും ഈ കാര്യത്തിൽ സഹകരിച്ചു. അത് നിശ്ചയോടുള്ള ഒരു പ്രത്യേക കരുതലും സ്നേഹവുമാണ്. ബഹുമാനപ്പെട്ട സക്കറിയാച്ചൻ അച്ഛൻ അതിനുള്ള എല്ലാ നേതൃത്വവും നൽകി. അച്ഛനോടും അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളോടുമുള്ള സ്നേഹം ഞാൻ പ്രത്യേക അറിയിക്കുകയാണ്. ഭവനം എപ്പോഴും ഓർക്കണം, ഭവനമാണ് വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം. ആ അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ പള്ളി എന്ന് പറയുന്ന ഭവനമായിരുന്നു. ഭവനത്തിലെ പള്ളിയാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. വേദപുസ്തകത്തിൽ ഒരു കത്തീഡ്രലിനെ കുറിച്ചും വലിയ പള്ളിയെ കുറിച്ചും എഴുതിയിട്ടില്ല. വേദപുസ്തകത്തിൽ പറയുന്നത് ഭവനത്തിലെ പള്ളിയാണ്. അപ്പോസ്തല പ്രവൃത്തിയുള്ള വ്യാഖ്യാനം സ്വർണ്ണനാവുകാരനായി മോർ ഇവാനിയൂസ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ വീട്ടിലും ഇന്നിപ്പോ ഇവിടെ 2 മെഴുകുതിരി ഒരു കുറിച്ചുകൊണ്ട് സത്യത്തിൽ ഇതെന്നും ഇവിടെ നിലനിൽക്കും, എന്നും നിലനിൽക്കണം. നമ്മുടെയൊക്കെ പള്ളികളിൽ പ്രാർത്ഥന പുസ്തകം വെക്കാനും തിരികത്തിക്കാനും ഒരു ചെറിയ സ്ഥലം ഉണ്ടാകണം. അതാ വീടിന്റെ ക്രോണോസ്. അതിൽ നിന്ന് ഒരിക്കലും ഐശ്വര്യവും സ്നേഹവും പരസ്പര സാഹോദര്യവും നഷ്ടപ്പെടുത്തില്ല. അതുകൊണ്ട് ഈ ഭവനം ശുദ്ധീകരിക്കപ്പെടുന്ന ഈ സമയം ദൈവത്തിന്റെ അളവറ്റ കരുണയും കൃപയും ഈ ഭവനത്തിനും ഭവന നിവാസികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ അല്പമായോ അധികമായോ പരിശ്രമിച്ച് എല്ലാവരെയും സർവശക്തനായി ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വസ്ഥതയോടും സമാധാനത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ താമസിക്കുവാൻ സർവശക്തനായ ദൈവം കരുണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വാക്കുകളെ കേട്ടിട്ടാൽ വാക്കുകളിലും ഉണ്ടാകേണം കൂടാം. വീട്ടിൽ പ്രാർത്ഥിപ്പതില്ല ഉടയോനീ സംശബ്ദാലല്ല ഭാഗ്യം ധർമ്മിഷ്ടേർമാസൗമ്യം മോശ പ്രാർത്ഥന മൂലം ഭാഗ്യച്ചാഴി കോട്ട നീങ്ങേ ദോഷൻ പറവോൻ മുങ്ങിപ്പോയി നാവി നിൻപാതേനാകിട്ടീശൻ ആർദ്രതോന്നി മോചിച്ച് ഈ വീണ്ടോ പ്രവചനശാക്തി ചൂടക്കുള്ളിൽ ഹാനിയന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സംരക്ഷിച്ചു ന്യായത്തിൻ പീഠം നരകം മൂന്നും ദൈവം കർത്താവേ എന്നുള്ള ദൈവാദിദൈവവും കർത്താവും വിശ്വാസവും തന്നെ വിളിക്കുന്നവർക്ക് മുഴുവൻ ബലഹീനരും ഭാവികളുമായ നിന്റെ ദാസരാകുന്ന നിങ്ങളുടെ അയോഗ്യരെങ്കിലും ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥന സ്വീകരിക്കണമേ. രോഗിനെയും മക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും ഇടജന്തുക്കളെയും ജലപ്രളയത്തിൽ നിന്ന് ഒട്ടകത്തിൽ നീ സംരക്ഷിച്ചതുപോലെയും എന്റെ സ്നേഹിതനായ അബ്രഹാമിനെ രാജാക്കന്മാരുടെ വാടിനെ രക്ഷിച്ച് അവനെ അവന്റെ സമ്പത്തോടെ അനുഗ്രഹിച്ച പ്രകാരവും സോദോമിലേക്ക് നിന്ന് ലോത്തിനെ രക്ഷിച്ചതുപോലെയും ലാബാന്റെ ഭാവത്തിൽ വെച്ച് യാക്കോബിനെ നീ കാത്ത് അവനെ വലിയവനാക്കി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെയും ഇസ്രായേലിൽ വെച്ച് യോസേഫിനെ നീ സംരക്ഷിച്ച ഭരണാധിപനാക്കി തീർക്കുകയും അവന്റെ സമ്പാദ്യവും വരവുകളും വർദ്ധിപ്പിക്കുകയും അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്തതുപോലെയും പുണ്യവാനായ യോബിന്റെ സമ്പാദ്യങ്ങൾ അവന്റെ പരിശോധനയ്ക്ക് ശേഷം ഇരട്ടിയായി വർദ്ധിപ്പിച്ചതുപോലെയും മോശയും ഇസ്രായേലിനെയും സമുദ്രത്തിൽ നിന്നും ഫറവോയിൽ നിന്നും സംരക്ഷിച്ച പ്രകാരവും മോശയുടെ പ്രാർത്ഥനയും അഹരോന്റെ ധൂപവും ഫിനെഹാസിന്റെ പാടും മൂലം ഇസ്രായേലിൽ നിന്ന് കോപവും മരണവും നിരോധിച്ചതുപോലെയും കരുണാപൂർണനും തന്റെ സൃഷ്ടിയുടെ ദൈവമുള്ളവനുമായ കർത്താവെ ഈ ദാസരുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരിൽ നിന്നും കോപോടികളും കഠിന ശിക്ഷകളും വിവിധതര രോഗങ്ങളും വ്യാധികളും എല്ലാ അപകടങ്ങളും കൃപയോടെ നിരോധിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമ്മയുടെയും മാർത്തോമാശ്ലീഹായുടെയും മോർഗീവരീസദായുടെയും മാർ ബഹനാന്റെയും അവന്റെ സഹോദരിയായ സാറയുടെയും
40 നിർമ്മല സഹോദരന്മാരുടെയും മർദ്രിയാകോസുനാരുടെയും മാതാ യൂലിയത്തിയുടെയും മർത്തശ്മൂനിയമ്മയുടെയും എൽദോ മാർ ബസേലിയോസിന്റെയും മാർ ഗ്രീഗോറിയോസിന്റെയും മാർ ദേവനാസിയോസിന്റെയും കുര്യാക്കോസ് മാർ ഗ്രീഗോറിയോസിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങൾ കരുണയും കൃപയും ചെയ്യുമാറാകണമേ. ആമേൻ. പാറയ്ക്കുമോർ ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവൻ നൽകുന്നതും ജീവിപ്പിക്കുന്നതുമായ ശ്ലീബയുടെ അടയാളത്താൽ ഭവന ശുദ്ധീകരണത്തിനുള്ള തളിപ്പായി ഈ ജലം പൂർത്തീകരിക്കപ്പെടുന്നു. നിന്റെ സോപ്പ കൊണ്ട് എന്റെ മേൽ നീ തളിക്കണമേ. എന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയുടെ നാമത്തിൽ ഉദ്യോഗപ്പെടുന്ന ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ട ദൈവമായ ദൈവമേ ബലികളിൽ നീ തിരുമനസ്സായില്ല. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സഹീവനോട് നന്മ ചെയ്യണമേ. അപ്പോൾ നിന്റെ ബലിപീഠത്തിൽ ജീവിക്കുന്നതുമായ സ്ലീബയുടെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ട ഈ ഭവനം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുവാനാകണമേ. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെയും നാമത്തിൽ ജീവനുള്ളൂ ജീവിപ്പിക്കുന്നതുമായ സ്ലീബയുടെ അടയാളത്താൽ മുദ്രകുത്തപ്പെടുന്ന ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ട വെടിപ്പുള്ളതായി തീരട്ടെ. സർവശക്തിയുള്ളതായി ആകാശത്തിന്റെയും
രാജഭാമിക്കും വളരുമവല്ലവാനോൻ കാരകിൽ ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഭവന ശുദ്ധീകരണത്തിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവരെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ലോകയും കുറവുള്ളയും ബലഹീനവുമായ നിങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ സ്വർഗീയ സിംഹാസനത്തിന്റെ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. അതുകൂടി ആയിക്കോട്ടെ.